ഓം ശാന്തി. ഒരിക്കൽ കടൽ തീരത്ത് ഒരു കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സന്തോഷമായിട്ട് അലകൾ വരുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് തൂങ്ങിയാടും. അങ്ങനെ ആനന്ദത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ ഒരു വലിയ തിര വന്നു. അവൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിഞ്ഞു പോയി. തിര ആ ചെരുപ്പും കൊണ്ടുപോയി. ആ കുഞ്ഞിന് ഭയങ്കര വിഷമായി. അവൻ കടൽ തീരത്ത് എഴുതുകയാണ്, കടലമ്മ കള്ളി എന്നെഴുതി വയ്ക്കും. അതേസമയം തന്നെ ആ കടലിൻ്റെ വേറൊരു തീരത്ത് കുറേ മുക്കുവന്മാരന്ന് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മീൻ പിടിച്ച് വന്നപ്പോൾ അവർക്കന്ന് ചാകര പോലെ മീൻ കിട്ടി. അതിലൊരു മുക്കുവൻ സന്തോഷം കൊണ്ട് എഴുതുകയാണ് ആ കടൽ തീരത്ത് മണലിൽ, കടലമ്മ എന്നെ പരിപാലിക്കുന്നവൾ എൻ്റെ അമ്മയാണ് എന്നെഴുതുകയാണ്. അതിൻ്റെ വേറൊരു തീരത്തിൽ വെച്ച് ഒരമ്മയും മകനും കൂടി കടൽ തീരത്ത് മനോഹരമായിട്ട് സന്തോഷിച്ച് കളിച്ചുകൊണ്ടിരിക്കെ മകൻ ബാലൻസ് പോയി ഒരു തിര വന്നു പോകുന്നു. കൂട്ടത്തിൽ അങ്ങ് കാലും അതേ മറിഞ്ഞു വീഴുകയാണ്. ആ തിരയിൽപ്പെട്ട് കടൽ അവനെ കൊണ്ടുപോയി. ആ അമ്മയുടെ മകൻ മരിച്ചു. അപ്പോൾ കടലിൽ മകനെ നഷ്ടമായപ്പോൾ അമ്മ സങ്കടം സഹിക്കാതെ ആ മണലിൽ എഴുതുകയാണ്, കടലമ്മ കൊലയാളി എന്നെഴുതും. അതേ കടലിൻ്റെ വേറൊരു തീരത്തിൽ ഒരു വൃദ്ധൻ നടുവേദന സഹിക്കവയ്യാതെ മണലിൽ കിടക്കുക എന്നുള്ളതായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി ആ കടൽ തീരത്ത് വന്ന് വെയിലത്ത് മണലിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് കടൽ തിരയടിച്ചുകൊണ്ട് ചിപ്പി അയാളെടുത്ത് തെറിച്ചു വീണു. അയാൾ ആ ചിപ്പി എടുത്ത് നോക്കിയപ്പോൾ അതിനുള്ളൊരു മുത്ത്, വില പിടിച്ചൊരു രത്നം. ഓഹോ, കടലമ്മ എന്നെ സമ്പന്നയാക്കിയിരിക്കുകയാണ്, കടലമ്മ ദാനി എന്നയാൾ മണലിലെഴുതി. ഇത്രയും എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കടലിൻ്റെ പല തീരങ്ങളിൽ പലരും എഴുതി. അതേസമയം ഒരു വലിയ തിര വന്നു. ആ തിര വന്ന് എല്ലാത്തിനെയും മാച്ചുകൊണ്ട് അങ്ങ് കടന്നുപോയി. ആരെന്ത് എഴുതിയിട്ടും കടലമ്മയ്ക്ക് ഒരു വ്യത്യാസമില്ല. നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠം ഇത് തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചിലർ നമ്മളെ കുറ്റം പറയുന്നവരുണ്ടായിരിക്കും, നമ്മൾ മോശക്കാരായി ചിത്രീകരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ നമ്മളെ വാനോളം പുകഴ്ത്തുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളെ എൻ്റെ എന്ന് മാനിക്കുന്നവരുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളെ ശത്രുവായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം. ഈ ലോകം അവസാനിക്കുന്നിടത്തോളം കാലം വരെ ഇത്തരത്തിൽ നമ്മളൊരു കർമ്മം ചെയ്യാൻ പോയാൽ പലരും പലവിധ അഭിപ്രായങ്ങൾ പറയും, പല രീതികളിൽ നമ്മളോട് പെരുമാറാൻ നോക്കും. പക്ഷെ കടലിൻ്റെ ആഴവും പരപ്പും കാരണം തന്നെ കടലിന് ആ ഒരൊറ്റ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവാറില്ല. അതെല്ലാം അങ്ങ് മാച്ചു കളയുന്നു, ഒന്നിനും സ്വീകരിക്കുന്നില്ല, സീരിയസ് ആക്കുന്നേ ഇല്ല. അതുപോലെ തന്നെ കടലിലേക്ക് എന്ത് നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ, ആ കടൽ ഉടനെ അത് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം മലിയാത്തതിനെല്ലാം തിരയടിച്ചങ്ങ് പുറത്തേക്ക് കൊണ്ട് കളയുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയോ? എത്ര നദി വന്നു ചേർന്നിട്ടും കടലിൻ്റെ സ്വഭാവം മാറാത്തത് കടലിൻ്റെ വിശാലത കാരണമാണ്, കടലിൻ്റെ ആഴം കാരണമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അതെ, ആ വിശാലതയും ആ ആഴവും നമ്മുടെ ചിന്തകളിൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആര് എന്ത് പറയുന്നു, പറയുന്നവരുടെ ജോലി പറയുക എന്നുള്ളത്, എൻ്റെ ജോലി ചെയ്യുക എന്നുള്ളത് എന്ന അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ ഒരു വിശാലത അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? രണ്ട് പോംവഴിയാണുള്ളത്. ഒന്ന് ജ്ഞാനവും മറ്റൊന്ന് യോഗയും അഥവാ മെഡിറ്റേഷൻ, ധ്യാനവും. ദിവസവും ഭഗവാന്റെ മഹാവാക്യങ്ങളെ കേട്ട് ആ കാര്യത്തെ മനനം ചെയ്ത് ഒരാൾ നമ്മളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മളടുത്ത് പറയുകയാണ്, നോക്കൂ നിങ്ങൾ ഇത്രയും നല്ലവരാണ് എന്ന്. പോട്ടെ, ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിങ്ങിൽ വെച്ച് പറയുകയാണ്, നിങ്ങളെപ്പോലൊരു നല്ലൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് എന്നോട് പറഞ്ഞാൽ, അഥവാ നിങ്ങളോട് പറഞ്ഞാൽ 1000 വട്ടം നമ്മൾ പറയും, നോക്ക് എൻ്റെ അടുത്ത് PM ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നോക്ക് എന്നോട് അവരിങ്ങനെ പറഞ്ഞു. എത്ര ആളോട് നിങ്ങൾ പറയും? സ്വയം ഭഗവാൻ നമ്മളെ അത്രയും മഹത്തരമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട്, അത്രയും മനോഹരമായിരിക്കുന്ന പദങ്ങളാൽ വിളിച്ച് സംസാരിക്കുന്ന ഒന്നാണ് സത്സംഗം, ജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈശ്വരൻ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ ഈശ്വരൻ്റെ മഹാവാക്യങ്ങളെ കേൾക്കുകയും അത് പലതവണ മനസ്സിൽ ആനന്ദിക്കുകയും അലയടിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ, ജ്ഞാനത്തിൻ്റെ സാഗരം നമ്മുടെ മനസ്സിൽ അലയടിക്കാൻ തുടങ്ങുമ്പോൾ മറ്റാരെന്ത് പറഞ്ഞാലും നല്ലത് പറയുന്നവർക്കും അതുമൊക്കെ, തിന്മ പറഞ്ഞാൽ അതുമൊക്കെ, നിന്ദ, സ്തുതി, മാനം, അപമാനം എല്ലാം നമുക്ക് ഒരുപോലെ എടുക്കാൻ പറ്റും. പക്ഷെ കണ്ടീഷൻ എന്താണ്? എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ കടലടിക്കുന്നുണ്ടായിരിക്കണം, എൻ്റെ ഹൃദയം ഭഗവാനുമായുള്ള സമാഗമത്തിൽ സുഖിക്കുന്നുണ്ടായിരിക്കണം. അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനവും ധ്യാനവും രണ്ടും ഉണ്ടോ? എന്നാൽ ജീവിതത്തിൽ ഏത് ലോകത്തിൽ പോയാലും വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളുടെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ആനന്ദം ജീവിതത്തിൻ്റെ അനുഭൂതിയായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജ്ഞാനയോഗത്തിന് ചിറകുകളാക്കിക്കൊണ്ട് ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പറന്ന് ജീവിക്കാൻ, ആനന്ദത്തിൻ്റെ അനുഭൂതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.